Good morning. Okay. Chapter grade. Okay. Page number. Page number. നിങ്ങളുടെ പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ കേട്ടോ. നമ്മള് ഇനി ഓരോ ഇവിടെ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ പേജ് സെന്റേർഡ് ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ്സ് ചാപ്റ്ററുകൾ അതിന്റെ സമ്മറി ചാപ്റ്റേഴ്സ് ആണ്. ഈ ഓരോ ചാപ്റ്റേഴ്സ് 10 ചാപ്റ്റേഴ്സ് അതിൽ ആദ്യത്തെ 5 പേജ് സെന്റേർഡ്, അടുത്ത 5 ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ് പറയുന്നത് ചാപ്റ്റേഴ്സുകൾ കേട്ടോ. ആ ഓരോ ചാപ്റ്റേഴ്സിലും നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. ഇപ്പൊ AACയിൽ എത്ര പറഞ്ഞേക്കണേ 14 ഉണ്ട്. AAC എത്രയാണ്? സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് എത്രയുണ്ട്? 14. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. AACയില് എത്ര ഉണ്ട്? 14. നമുക്ക് ആ പഠിക്കാനുള്ള നമ്പർ നമുക്ക് നോക്കി വെക്കാം. അപ്പൊ AACയില് 14 ഉണ്ട്. ആ AAC 1 മുതൽ 14 വരെ നമുക്ക് എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കാം. ഇനി അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് ഒരു ടിക്ക് ഇട്ട് വെച്ചാൽ കേട്ടോ. ഒന്നാമത്തെ AACയുടെ നമുക്കറിയാം അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ആ രോഗി പരിചരണത്തിലേക്കുള്ള പ്രവേശനം. അസസ്മെന്റ് എന്ന് വെച്ചാൽ അതിനെ വിലയിരുത്തുക. കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ എന്താ? തുടർച്ച, പരിചരണത്തിന്റെ തുടർച്ച. AAC സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതിൽ 14 നമുക്ക് പഠിക്കാനുണ്ട്. AAC 1 ആണ് കേട്ടോ. AAC 1 എന്താണ്? AAC 1 പറയുന്നത് the organization defines and display the healthcare services that it provides. എന്താ? ഓർഗനൈസേഷൻ ആ ഒരു സ്ഥാപനം, ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റൽ അത് നൽകുന്ന സർവീസുകൾ, ഹെൽത്ത് കെയർ സർവീസുകൾ അത് ഡിഫൈൻ ചെയ്യുകയും അത് നിർവചിക്കുകയും ഡിസ്പ്ലേ വിശദീകരിക്കുകയും അല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. അവരെന്തൊക്കെ സർവീസുകളാണ് ഹെൽത്ത് കെയർ സർവീസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഡിഫൈൻ ചെയ്യുകയും ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്നു. അതാണ് AAC 1 പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് AAC 1 സ്റ്റാൻഡ്സ് ഫോർ അങ്ങനെ ചോദിക്കാം. AAC 1 എന്താണ് മീൻ ചെയ്യലേ? അല്ലെങ്കിൽ തിരിച്ചത് തന്നിട്ട് ഏതിനകത്ത് വന്നതാണ് AAC 1 ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഒന്നാമത്തെ പഠിക്കണം. എന്താണ് പറഞ്ഞേക്കുന്നത്? ആ ഒരു ഓർഗനൈസേഷൻ അത് നൽകുന്ന ഹെൽത്ത് കെയർ സർവീസസ് അത് ഡിഫൈൻ ചെയ്യുകയും ഡിസ്പ്ലേ ചെയ്യുകയും വേണം. ഫുള്ള് ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട. നിങ്ങളൊന്ന് ഒരു നെക്കിൽ അങ്ങ് പഠിച്ചു വെക്കാം. അതിനൊരു കാര്യമുള്ളൂ, അന്നന്ന് എടുക്കണത്. ഇന്നിപ്പോ നമ്മൾ കവർ ചെയ്യുന്നോ അതിൽ ഇമ്പോർട്ടന്റ് ഇന്ന് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ലാസ്റ്റത്തേക്ക് വെക്കണ്ട, ഇന്ന് തന്നെ അത് നോക്കി വെക്കുക. അപ്പൊ നമുക്ക് അതിനകത്ത് നമ്മുടേതായ ഒരു ഐഡിയയിൽ ഷോർട്ട് ചെയ്ത് നമുക്കൊന്ന് എഴുതി വെക്കാം. AAC 1 പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന രീതിയിൽ ഹെൽത്ത് കെയർ സർവീസ് എന്താണെന്ന് അവർ പറയണം. ഓക്കെ. രണ്ടാമത്തെ അത് ടിക്കറ്റ് വെച്ച് രണ്ടാമത്തെ നോക്കി AAC 2 എന്താ? The organization has a well defined registration and admission process. ഓർഗനൈസേഷൻ എന്തുണ്ട്? ആ സ്ഥാപനത്തിന് നന്നായിട്ടുള്ള രജിസ്ട്രേഷൻ അഡ്മിഷൻ പ്രോസസ് ഉണ്ട്. നന്നായി നിർവചിക്കപ്പെട്ടിട്ടുള്ള രജിസ്ട്രേഷൻ അഡ്മിഷൻ പ്രോസസ് ഉണ്ട്. എന്തെങ്കിലും തോന്നിയ രീതിയിലല്ല അവിടെ. എങ്ങനെയാ? വെൽ ഡിഫൈൻഡ് രജിസ്ട്രേഷൻ ആൻഡ് അഡ്മിഷൻ പ്രോസസ്. AAC 2 പഠിക്കണം. അപ്പൊ അതിനകത്ത് നിങ്ങൾ AAC 1 AAC 2 ടിക്കറ്റ് വെക്കാം. അപ്പൊ നമുക്ക് AAC 2 എഴുതിയിട്ടേ നല്ല വെൽ ഡിഫൈൻഡ് രജിസ്ട്രേഷൻ ആൻഡ് അഡ്മിഷൻ അത്രയും ഷോർട്ട് ചെയ്ത് എഴുതി വെച്ചാൽ മതി. നിങ്ങൾ വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ബുക്ക് എടുത്തിട്ട് വേണമെങ്കിലോ സെപ്പറേറ്റ് ബുക്ക് അല്ല പഴയൊരു ബുക്കോ അല്ലെങ്കിൽ പേപ്പറോ ഒക്കെ എടുത്തിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് ഫുള്ള് ബൈഹാർട്ട് ചെയ്യാതെ. ഒന്നാമത്തെ ഡിസ്പ്ലേസ് ഹെൽത്ത് സർവീസസ് അങ്ങനെ ഷോർട്ട് ചെയ്തൊന്ന് എഴുതി വെച്ചാൽ മതി. അപ്പൊ പിന്നെ അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് വേഗം കിട്ടിപ്പോകും. രണ്ടെണ്ണം ഒക്കെ അല്ലേ? നല്ലതായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ അഡ്മിഷൻ പ്രോസസ് ഉണ്ട്. മൂന്നാമത് പഠിക്കണം കേട്ടോ. എന്നാലും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. There is an appropriate mechanism for transfer or referral of patients. പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ റെഫറൻസ് എന്നിവയ്ക്കായിട്ട് അനുയോജ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടെന്ന്
there is an appropriate mechanism. എന്തിനു വേണ്ടി? For transfer or referral of patients. പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ റെഫറൻസിനോ വേണ്ടിയിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെക്കാനിസം ഉണ്ട്. Then, okay, AAC4, patients cared for by the organization undergo an established initial assessment. And the organization caring പരിചരിക്കുന്ന പേഷ്യൻസ് അത് അവരെന്തിനും ഇതാകുന്നു? ഇനിഷ്യൽ അസസ്മെന്റിന് പ്രാഥമിക വിലയിരുത്തലിന് വിധേയരാകുന്നു. The patient cared for by the organization undergo and established initial assessment. ഓർഗനൈസേഷൻ ആ കെയർ ചെയ്യുന്ന ആ പേഷ്യൻസിലെ അവര് പ്രാഥമിക വിലയിരുത്തലിന് തയ്യാറാവുന്നു. പഠിക്കേണ്ടത് മാത്രം ഞാൻ പറയാട്ടോ, ടിക്കറ്റ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ടിക്കറ്റോ. ഇനി അടുത്ത നോക്കിയ AAC5 ആണ്. പേഷ്യൻസ് കെയർഡ് ഫോർ ദ ഓർഗനൈസേഷൻ അണ്ടർഗോ എ റെഗുലർ റീഅസസ്മെന്റ്. ഓർഗനൈസേഷൻ കെയർ ചെയ്യുന്ന പരിചരിക്കുന്ന പേഷ്യൻസ് പതിവായിട്ട് റീഅസസ്മെന്റിന്, റീഅസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പുനർമൂല്യനിർണയത്തിന് വിധേയരാകുന്നു. പതിവായിട്ടുള്ള പുനർമൂല്യനിർണയത്തിന് വിധേയരാകുന്നു. എപ്പോഴെങ്കിലും മാത്രം നോക്കിയാൽ പോരാ, അവര് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും അല്ലെ, എല്ലാ ദിവസവും അവര് റീഅസസ്മെന്റിന് വിധേയരാകുന്നു. അല്ലാതെ നമ്മൾ ചെന്നപ്പോ തന്നെ നമുക്ക് മാത്രമല്ല, എപ്പോഴും പതിവായിട്ട് റെഗുലർ ആയിട്ട് റീഅസസ്മെന്റിന് വിധേയരാകുന്നു. AAC5 പഠിക്കണം. Patients cared for by the organization undergo regular reassessment. അപ്പൊ നിങ്ങൾ അത് ഷോർട്ട് ചെയ്ത് റെഗുലർ റീഅസസ്മെന്റിന് മാത്രം എഴുതി വെച്ചാൽ മതിയല്ലോ, അറിയാലോ. ഓർഗനൈസേഷൻ നോക്കുന്ന പരിപാലിക്കുന്ന ആ പേഷ്യൻസ് പതിവായിട്ട് റീഅസസ്മെന്റ് പുനർമൂല്യനിർണയത്തിന് വിധേയരാകുന്നു. അങ്ങനെ കുഞ്ഞിലാക്കി നമുക്കൊന്ന് ഇടയ്ക്ക്. അപ്പൊ AAC5 എന്ന് പറഞ്ഞാൽ റെഗുലർ റീഅസസ്മെന്റ് അത്രയും കണ്ടാൽ മതി. ബാക്കി നമുക്ക് അറിയാം, ആശയം നമുക്കറിയാലോ, റെഗുലർ റീഅസസ്മെന്റ്. ഇനി അടുത്തതാണ് AAC6. ലബോറട്ടറി സർവീസസ് ആർ പ്രൊവൈഡഡ് ആസ് പെർ ദ സ്കോപ്പ് ഓഫ് സർവീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ലബോറട്ടറി സർവീസസ് ആർ പ്രൊവൈഡഡ്. എങ്ങനെ ലബോറട്ടറി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആസ് പെർ ദ സ്കോപ്പ് ഓഫ് സർവീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ആ സർവീസിന്റെ പരിധിക്ക് അനുസരിച്ചാണ് അവരുടെ സർവീസ്, അതിന്റെ സേവനത്തിന്റെ പരിധിക്ക് അനുസരിച്ചിട്ടാണ് ലബോറട്ടറി സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലബോറട്ടറി സർവീസസ് ആർ പ്രൊവൈഡഡ് എന്തിനനുസരിച്ച്? ആസ് പെർ ദ സ്കോപ്പ് ഓഫ് സർവീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഓരോ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ സർവീസ് അതിന്റെ സ്കോപ്പിന് അനുസരിച്ചിട്ടാണ് ലബോറട്ടറി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. AAC6 പഠിക്കുക. അവിടെ ലബോറട്ടറി സർവീസ് എന്ന് ഓർത്ത് വെക്കുക. അങ്ങനെ ഷോർട്ട് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾ ഫുള്ളായിട്ട് ആ സെന്റൻസ് ഫുള്ളൊന്നും വേണ്ട. എന്തായാലും നമുക്ക് ചോദിക്കുമ്പോൾ ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസിൽ ഫുള്ളായിട്ട് തന്നെ ഉണ്ടാകും. അപ്പൊ നമ്മൾ അവിടെ ലബോറട്ടറി സർവീസസ് എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്കറിയാലോ. എന്താ പറഞ്ഞത്? അങ്ങനെ സിമ്പിൾ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. 5ാമത്തെയും 6ാമത്തെയും പഠിക്കണം. ഇനി അടുത്ത് നോക്കി 7ാമത്തെ എന്താ? There is an established laboratory quality assurance program. There is an established there is an established laboratory quality assurance program. എന്താണ്? ഒരു നല്ലൊരു ഗുണമേന്മയുള്ള ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന പ്രോഗ്രാം ലബോറട്ടറി സ്ഥാപിക്കണം, ഉറപ്പാക്കണം. There is an established laboratory quality assurance program. അതായത് കൊടുക്കുന്ന സർവീസുകളിൽ അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം, ക്വാളിറ്റി ഉറപ്പിക്കണം. അടുത്തതാണ് AAC8. There is an established laboratory safety program. സേഫ്റ്റി പ്രോഗ്രാം, ലബോറട്ടറിയിലെ സുരക്ഷ, അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് അത് ഉറപ്പുവരുത്തണം. There is an established laboratory safety program. ലബോറട്ടറിയുടെ സേഫ്റ്റി പ്രോഗ്രാം സ്ഥാപിക്കണം അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തണം. അടുത്തതാണ് AAC9. Imaging services are provided as per the scope of service of the organization. ഇനി ഇമേജിംഗ് സർവീസ് എങ്ങനെയാ?
ഇമേജിംഗ് സർവീസസ് ആർ പ്രൊവൈഡർ എന്തിന് ബേസ് ചെയ്തിട്ട് ആ ഓർഗനൈസേഷന്റെ സർവീസിന്റെ അതിന്റെ പരിധിക്ക് അനുസരിച്ച് ഓർഗനൈസേഷന്റെ സർവീസ് അതിന്റെ പരിധിക്ക് അനുസരിച്ച് ഇമേജിംഗ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണം. അടുത്തതാണ് AAC 10. There is an established quality assurance program for imaging services. Imaging service ഏതാ നമ്മൾ പറഞ്ഞില്ലേ റേഡിയോളജിയില് ഏതാണ് സ്കാന്, MRI, എക്സ്റേ, അൾട്രാസൗണ്ട് ഇതൊക്കെയാണ് ഇമേജിംഗ് സർവീസസ്. അപ്പൊ ഒരു ഇമേജിംഗ് സർവീസിൽ എന്ത് വേണം? ഒരു ക്വാളിറ്റി ഉറപ്പുവരുത്തണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉറപ്പുവരുത്തണം. There is an established സ്ഥാപിക്കണം ഈ ഉറപ്പുവരുത്തണം എന്ത് ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം ഫോർ ഇതിനു വേണ്ടി ഇമേജിംഗ് സർവീസസ്. അടുത്തതാണ് AAC 11. There is an established safety program in imaging services. എന്താണ് സേഫ്റ്റി ഇമേജിംഗ് സർവീസസിൽ സേഫ്റ്റി പ്രോഗ്രാം ഉറപ്പുവരുത്തണം. അടുത്തത് AAC 12 ആണ്. Patient care is continuous and multidisciplinary. അണ്ടർലൈൻ ചെയ്യും അത് ടിക്കട്ടോ കേട്ടോ. പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ പരിചരണം എങ്ങനെയായിരിക്കണം? കണ്ടിന്യൂസ്, തുടർച്ചയായിട്ട്, അല്ലാതെ ഒരു പ്രാവശ്യം നോക്കിയിട്ട് പോയാൽ പോരാ. പേഷ്യന്റ് കെയർ എങ്ങനെയായിരിക്കും? കണ്ടിന്യൂസ് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി. അതായത് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ എന്താ? പല ആളുകള് വിവിധ മേഖലയിലെ വിദഗ്ധര് എന്ത് ചെയ്യണം? അവരുടെ അനാലിസിസ് ഉറപ്പുവരുത്തണം. അതായത് ഒരാൾ മാത്രം നോക്കിയാൽ പോരാ. ഒരു പേഷ്യന്റിനെ ആണെങ്കിലും പല മേഖലയിലെ പ്രൊഫഷണൽസ് എന്ത് ചെയ്യണം? അവരെ അസസ് ചെയ്യണം. പല ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ പല സെക്ഷനിലുള്ള പല പ്രൊഫഷണലുകളുടെ ആ ഒരു കോമ്പിനേഷൻ അവരെ കമ്പൈൻ ചെയ്തിട്ട് അത് പേഷ്യന്റിന് അങ്ങനെയുള്ള ഒരു കെയർ ഉറപ്പുവരുത്തണം. ഓക്കെ. AAC 12 പേഷ്യന്റ് കെയർ ഈസ് കണ്ടിന്യൂസ്. അപ്പൊ പേഷ്യന്റ് കെയർ അങ്ങനെ ഒന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. AAC 12 പേഷ്യന്റ് കെയർ എങ്ങനെയാ? തുടർച്ചയായിട്ടതും മൾട്ടി ഡിസിപ്ലിനറി. അടുത്തതാണ് AAC 13. The organization has an established discharge process. അപ്പൊ അത്രയും നോക്കിയാൽ മതി. ഡിസ്ചാർജ് പ്രോസസ് എന്നൊന്ന് നോക്കി വെക്കുക. AAC 13 വരുന്നത് എന്താ? ഡിസ്ചാർജ് പ്രോസസ് എങ്ങനെയാണ്? നന്നായിട്ട് നല്ല രീതിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഡിസ്ചാർജ് പ്രോസസ് ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തണം. ഓർഗനൈസേഷൻ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡിസ്ചാർജ് പ്രോസസ്. ഇനി അടുത്തതാണ് AAC 14. The organization defines the content of the discharge summary. ഓർഗനൈസേഷൻ എന്ത് ഡിഫൈൻ ചെയ്യണം? ഡിസ്ചാർജ് സമ്മറിയുടെ കണ്ടന്റ് എന്താണ്? ഡിസ്ചാർജ് സമ്മറിയുടെ കണ്ടന്റ് ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്യണം. AAC 14. അപ്പൊ അവിടെ 12, 13, 14 അതുകൂടി ടിക്കറ്റ് വെച്ചോ. 12 എന്താ പറയണ? പേഷ്യന്റ് കെയർ. 13 ഡിസ്ചാർജ് പ്രോസസ് ആണ്. പിന്നെ അടുത്തത് 14 AAC 14 എന്താ? ഡിസ്ചാർജ് സമ്മറിനെ കുറിച്ചാണ്. അതായത് ആ ഡിസ്ചാർജ് സമ്മറിയുടെ കണ്ടന്റ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? നിർവചിക്കണം, ഡിഫൈൻ ചെയ്യണം. ഓക്കെ. 12, 13, 14 മൂന്നെണ്ണം അവിടെ. അതിനകത്ത് നമുക്ക് ഞാൻ ഒന്നുകൂടി കഴിയുമ്പോ ഞാൻ ഒന്നുകൂടി പറയാം കേട്ടോ. നിങ്ങൾ ടിക്കറ്റ് വെച്ചത് കറക്റ്റ് ആണോ എന്നും കൂടി നോക്കാം. AAC 1, 2, 5, 6, 12, 13, 14 ഏഴെണ്ണം 14 അതിന്റെ പകുതി പഠിച്ചാൽ മതി. നിങ്ങൾ 7 എണ്ണം പഠിച്ചാൽ മതി. ആ ഒരു ട്രിക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പ വഴി മനസ്സിലായോ? അത് ആ രീതിയിൽ പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് പെട്ടെന്ന് നമ്മൾ അടുപ്പിച്ചെടുത്ത് നോക്കുമ്പോഴേ ഇന്നെടുത്ത അത്രയും നമ്മള് ഓരോ ദിവസം എടുക്കുന്ന അത്രയും അത് കറക്റ്റ് ആയിട്ടൊന്ന് നിങ്ങൾ ഷോർട്ട് ചെയ്തൊന്ന് ഒരു പേപ്പറിലാണെങ്കിൽ എഴുതി വെക്കാം. AAC 1 എഴുതിയിട്ട് നേരെ ഹെൽത്ത് സർവീസസ് ഡിഫൈൻ ആൻഡ് ഡിസ്പ്ലേ ഹെൽത്ത് സർവീസ് ഓർത്താൽ മതി. ആ സെന്റൻസ് ഫുള്ള് നോക്കണ്ട. എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്ഷനിൽ ആ സെന്റൻസ് അവിടെ ഉണ്ട്. അപ്പൊ അത്രയും കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. 2 രജിസ്ട്രേഷൻ ആൻഡ് അഡ്മിഷൻ അത്രയും നോക്കിയാൽ മതി. പിന്നെ അടുത്തത് 5
റെഗുലർ റീ അസസ്മെന്റ്, അവരെ പതിവായിട്ടുള്ള റീ അസസ്മെന്റിന് വിധേയരാക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ആറാമത്തേല് ലബോറട്ടറി സർവീസ് എന്ന് നോക്കിയാൽ മതി. ആറാമത്തെ ലബോറട്ടറി സർവീസുമായിട്ട് ബന്ധപ്പെട്ട. പിന്നെ അടുത്തത് 12 പേഷ്യന്റ് കെയർ, 30 ഏതാണ് ഡിസ്ചാർജ് പ്രോസസ്. അതെങ്ങനെയാണെന്ന് നമുക്കറിയാലോ. നല്ല സ്ഥാപിതമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഉറപ്പുള്ള ഒരു ഡിസ്ചാർജ് പ്രോസസ് ഓർഗനൈസേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ 40 ഡിസ്ചാർജ് സമ്മറി. അങ്ങനെ എഴുതി വെക്കുമ്പോൾ എളുപ്പമില്ലേ? 12 എഴുതിയിട്ട് AAC 12 എഴുതിയിട്ട് പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ട്, AAC 30 ഡിസ്ചാർജ് പ്രോസസ്, AAC 40 ഡിസ്ചാർജ് സമ്മറി. എന്നിട്ട് നിങ്ങൾ ഒരു 3-4 ദിവസം ഒന്ന് അടുപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് ഓക്കെ ആവും. വെറുതെ കിട്ടണ മാർക്കാത്. എങ്ങനെയായാലും 2 എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, ഈ ഒരു സെക്ഷനിൽ നിന്ന് ഇത്രയും നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് 2-3 വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. 3 വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ശരിക്കും ആൻസർ അവിടെ ഉണ്ട്, ആൻസർ അവിടെ ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അതൊന്നും ഒരു ട്രിപ്പ് വെച്ചിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പുതിയതായിട്ട് ഒരുപാടൊന്നും പഠിക്കണ്ട. അപ്പൊ അങ്ങനെ AAC 14 ആണ്. അതും നിങ്ങൾ നോക്കണം കേട്ടോ. AAC എത്ര നമുക്ക് പഠിക്കാൻ തന്നിട്ട് 14 ആണ്. 14 ഉണ്ട് AAC. അതും ചോദിക്കാം, എത്ര സ്റ്റാൻഡേർഡുകൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ടെന്നുള്ളത്. രണ്ടാമത്തെയാണ് COP, കെയർ ഓഫ് പേഷ്യന്റ്. കെയർ ഓഫ് പേഷ്യന്റ്. അപ്പൊ അത് പഠിക്കാം. COPയുടെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചിട്ടുണ്ട്. ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ നോക്കാം. കെയർ ഓഫ് പേഷ്യന്റ്. ഇനി നോക്കിയേ, കെയർ ഓഫ് പേഷ്യന്റ് COP 1 ആണ്. ഇതിലും ഒരു 5-6 പഠിക്കാനുള്ളൂ. പഠിക്കാനുള്ളത് മാത്രം ടിക്കറ്റ് ഇതുപോലെ പറഞ്ഞുതരാൻ. COP 1 നോക്കി. യൂണിഫോം സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ്. Uniform care to patients is provided in all settings of the organization and is guided by written guidance and the applicable laws and regulation. അതായത് നമുക്ക് ഈ ഒരു ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു ഹോസ്പിറ്റലിന് ബാധകമായിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻ, നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടല്ലോ, അതുവഴി ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ക്രമീകരണങ്ങളും എങ്ങനെ വേണം? അത് യൂണിഫോം കെയർ, തുല്യമായ രീതിയിൽ പേഷ്യന്റിന് ഏകീകൃതമായിട്ടുള്ള ഒരു പരിചരണം നൽകണം. അല്ലാതെ പേഷ്യൻസിനോട് അവിടെ പാശ്ചാത്യൊന്നും അങ്ങനെയുള്ളതൊന്നും കാണിക്കാൻ പാടില്ല. ആ ഹോസ്പിറ്റലില് ബാധകമായിട്ടുള്ള ലോസ് റെഗുലേഷൻസ് അതിനെ ബേസ് ചെയ്തിട്ട് യൂണിഫോം കെയർ, ഒരു ഏകീകൃതമായിട്ടുള്ള പരിചരണം പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യണം ഇൻ ഓൾ സെറ്റിംഗ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ and is guided by written guidance. ഇങ്ങനെ ഒരു രേഖാമൂലമുള്ള ഒരു മാർഗനിർദ്ദേശം അതുവഴി ഒരു യൂണിഫോം കെയർ പേഷ്യൻസിന് കൊടുക്കണം. ഇതാണ് COP 1 യൂണിഫോം കെയർ ടു പേഷ്യൻസ്. അതായത് ഹോസ്പിറ്റലില് ബാധകമായിട്ടുള്ള ലോസ് റെഗുലേഷൻസ് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എല്ലാ വശങ്ങളിലും, എല്ലാ സിറ്റിംഗ്സിലും ഒരു ഏകീകൃതമായിട്ടുള്ള പരിചരണം പേഷ്യന്റിന് കൊടുക്കണം. രണ്ടാമത്തെയാണ് COP 2. Emergency services are provided in accordance with the written guidelines, applicable laws and regulations. കണ്ടോ, ആ ഹോസ്പിറ്റലില് ബാധകമായിട്ടുള്ള ലോസ് റെഗുലേഷൻസ്, റിട്ടേൺ ഗൈഡ്ലൈൻസ്, രേഖാമൂലമുള്ള മാർഗനിർദ്ദേശങ്ങൾ അതിനനുസൃതമായിട്ട് എന്ത് കൊടുക്കണം? എമർജൻസി സർവീസ് കൊടുക്കണം പേഷ്യൻസിന്. അല്ലാതെ നമുക്ക് തോന്നിയ രീതിയിൽ കൊടുക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലില് ഒരു കറക്റ്റ് ആയിട്ടുള്ള ലോസ് റെഗുലേഷൻസ് ഉണ്ട്, റിട്ടേൺ ഗൈഡ്ലൈൻസ്, രേഖാമൂലമുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ട്, ഇന്ന രീതിയിൽ അതിങ്ങനെ പോലെ എന്നുള്ളതുണ്ട്. അതിനനുസൃതമായിട്ട് വേണം എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഇനി COP 3 അത് ടിക്ക് ഇട്ടോ കേട്ടോ. മൂന്നാമത്തെ ടിക്ക് ഇട്ട് വെച്ചോ. ആംബുലൻസറി സർവീസസ് എൻഷുർ സേഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ വിത്ത് അപ്രോപ്രിയേറ്റ് കെയർ. നമുക്ക് ആംബുലൻസ് സേവനങ്ങൾ, ആംബുലൻസ് സർവീസുകള് ഉചിതമായ ഒരു പരിചരണത്തോടെ സുരക്ഷിതമായിട്ട് തന്നെ പേഷ്യൻസിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഉറപ്പാക്കുന്നു. Ambulance services ensure patient safe transportation with the appropriate care. നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കെയറോടുകൂടി, പരിചരണത്തോടുകൂടി സേഫ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ട്രാൻസ്പോർട്ടേഷൻ, സേഫ് ആയിട്ടുള്ള യാത്ര, അതോടുകൂടി ആംബുലൻസ് സേവനങ്ങൾ കൊടുക്കണം. അപ്പൊ COP 3 എഴുതിയിട്ട് എന്ത് നിങ്ങൾ എഴുതി വെക്കും അവിടെ? ആംബുലൻസ് സർവീസസ്.
അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമുക്ക് ഒരു 3-4 ദിവസം അടുപ്പിച്ച് നോക്കുമ്പോ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റൂലേ? അത്രയും മതി. അപ്പൊ നമുക്കറിയാം ആംബുലൻസ് സർവീസ് എന്നാണ് COP3. ആംബുലൻസ് സർവീസ് എങ്ങനെ വേണം? പേഷ്യൻസിന് സുഗമമായ രീതിയിൽ, അല്ലാതെ അവർക്ക് കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ആംബുലൻസ് സർവീസ് പറ്റൂലല്ലോ. അപ്പൊ നമ്മള് നിങ്ങള് HL പഠിച്ചിട്ടില്ലേ? ആംബുലൻസ് ചാപ്റ്റർ, പല ടൈപ്പ് ആംബുലൻസുകൾ, ഫെസിലിറ്റി ഉള്ളത്, ടൈപ്പ് A, ടൈപ്പ് B, ടൈപ്പ് C, ടൈപ്പ് D ഒക്കെ പഠിച്ചില്ലേ? അപ്പൊ ഏത് തരത്തിലുള്ള പേഷ്യൻസ് ആണോ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഏത്? ടൈപ്പ് D ലെവൽ നമ്മൾ പറയുന്നത്, D ടൈപ്പ് ആംബുലൻസ് എന്ന് പറയുന്നത് അല്ലെ? അത്രയും. അപ്പൊ അങ്ങനെ ഒരു ICU തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ആംബുലൻസ് ആണ് നമ്മൾ അവിടെ പഠിച്ചതാ. അപ്പൊ അതുപോലെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ആംബുലൻസ് സർവീസ് കൊടുക്കണം. ആ പേഷ്യൻസിന്റെ സേഫ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ അത്രയും നിങ്ങൾ എഴുതി വെച്ചാൽ മതി. നിലവില് COP3 ഇത് അവിടെ നേരെ ആംബുലൻസ് സർവീസ് ഒന്ന് എഴുതി വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഓപ്ഷനിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിലേതെങ്കിലുമൊക്കെ മാറി തന്നാലും നമുക്ക് ആംബുലൻസ് സർവീസ് ആണ് COP3, അതിനെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അത്രയും നോക്കി. ഇനി അടുത്തതാണ് COP4. The organization plans and implements mechanisms for the care of patients during community emergencies, epidemic, and other disasters. The organization plan and implement mechanism for the care of patients in their care during community emergencies, അത്യാഹിതമായിട്ടുള്ള അപകടങ്ങള്, എപ്പിഡമിക്സ്, പകർച്ചവ്യാധികള്, അതർ ഡിസാസ്റ്റർ, മറ്റു ദുരന്തങ്ങള് എന്നിവയില് പേഷ്യന്റിന്റെ പരിചരണത്തിനുള്ള സംവിധാനങ്ങള് നമുക്ക് ഈ ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ടുള്ള മെക്കാനിസംസ് ഓർഗനൈസേഷൻ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇതിനു വേണ്ടി കമ്മ്യൂണിറ്റി എമർജൻസീസ്, എപ്പിഡമിക് എന്താ, പകർച്ചവ്യാധികള്, മറ്റുള്ള ഡിസാസ്റ്ററുകൾ, ദുരന്തങ്ങള്, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്യുകയും അതിന് നമുക്ക് ഇങ്ങനെ ഓർഗൻ ചെയ്ത് പോകാം, ഇനി എങ്ങനെ ഇതാണെന്ന് പ്ലാൻ ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. അടുത്തതാണ് COP5. Cardio pulmonary resuscitation services are provided uniformly across the organization. Cardiopulmonary resuscitation, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാർഡിയോ എന്ന് പറയുമ്പോ ഹാർട്ടിനെ പുനരുജ്ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള നമ്മള് ഇപ്പൊ CPR, ഓക്കെ, CPR ഒക്കെ എങ്ങനെ വേണം? നമുക്ക് എന്തെങ്കിലും സ്ട്രോക്ക് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോ, ഹാർട്ട് അറ്റാക്ക് ഇതൊക്കെ പോലെ വരുമ്പോ നമുക്ക് പെട്ടെന്ന് നമ്മൾ എന്താ കൊടുക്കുക? ബ്രീതിങ്ങിന് പ്രശ്നമാകുമ്പോ CPR ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള CPR, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ സർവീസസ് എങ്ങനെ കൊടുക്കണം? പ്രൊവൈഡഡ് യൂണിഫോംലി across the organization, ഒരേപോലെ ആ ഓർഗനൈസേഷനിലുടനീളം, ആ ഹോസ്പിറ്റലിലുടനീളം ഒരേ ഏകീകൃതമായ രീതിയിൽ ഒരേപോലെ കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യണം. COP5 ടിക്കറ്റ് വെച്ചോ. എന്ത് എഴുതാം നമ്മൾ? COP5ന്റെ നേരെ CPR എഴുതിയാൽ മതി. CPR എങ്ങനെ കൊടുക്കണം? ഒരേപോലെ. ഓക്കെ, COP5 ടിക്കറ്റ്. ഇനി COP6 നോക്കിയേ. Nursing care is provided to patient in the organization is consonance with the clinical protocols. ഇനി nursing care എങ്ങനെ വേണം? Nursing care എങ്ങനെയായിരിക്കണം? Is provided to patient in the organization in consonance with the clinical protocol. Clinical protocols, ചികിത്സാ സംബന്ധമായിട്ടുള്ള പ്രോട്ടോകോൾസ്, അതിന് അനുസൃതമായിട്ട് നഴ്സിംഗ് കെയർ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യണം. ആ രീതിയിലായിരിക്കണം. നഴ്സിംഗ് കെയർ ഈസ് പ്രൊവൈഡഡ് ടു പേഷ്യന്റ് ഇൻ ദ ഓർഗനൈസേഷൻ എങ്ങനെയായിരിക്കണം? ക്ലിനിക്കൽ പ്രോട്ടോകോൾസിന് അനുസൃതമായി നഴ്സിംഗ് കെയർ, നഴ്സിംഗ് പരിചരണം പേഷ്യൻസിന് കൊടുക്കണം. COP6. COP7 ആണ്. ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ആർ പെർഫോംഡ് സേഫ്റ്റി. അത് പഠിക്കണം കേട്ടോ. ക്ലിനിക്കൽ പ്രൊസീജിയർ എങ്ങനെ നടത്തണം? സുരക്ഷിതമായി നടത്തണം. ചികിത്സാ കാര്യങ്ങള്, ക്ലിനിക്കൽ പ്രൊസീജിയർ പെർഫോംഡ് സേഫ്ലി. ക്ലിനിക്കൽ പ്രൊസീജിയർ ആർ പെർഫോംഡ് സേഫ്ലി. COP7. അപ്പൊ അവിടെ എന്തെന്ന് നോട്ട് ചെയ്താൽ മതി? ക്ലിനിക്കൽ പ്രൊസീജിയർ. ഓക്കെ, COP5 എന്ത് എഴുതി? CPR എഴുതി. അത്രയും മതി. ഇവിടെ ക്ലിനിക്കൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
ക്ലിനിക്കൽ പ്രൊസീജിയർ എങ്ങനെ കൊടുക്കണം നമ്മൾ പഠിച്ചത് സേഫ് ആയിട്ട് പെർഫോംഡ് സേഫ്ലി സേഫ് ആയിട്ട് നിർവഹിക്കണം. COP 8 transfusion services are provided as per the scope of service of the organization safety. ഇനി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ ഇല്ലേ, അപ്പൊ അങ്ങനെയുള്ള ട്രാൻസ്ഫ്യൂഷൻ സർവീസസ് എങ്ങനെ കൊടുക്കണം ഓർഗനൈസേഷനില് എന്താ പറയാ അത് സുരക്ഷിതമായിട്ട് തന്നെ ഓർഗനൈസേഷന്റെ സർവീസിന്റെ പരിധിക്ക് അനുസരിച്ച് അതുപോലെ തന്നെ സുരക്ഷിതമായിട്ട് ട്രാൻസ്ഫ്യൂഷൻ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണം. COP 8. ഇനി അടുത്ത് നോക്കിയേ COP 9. The organization provides the care in intensive care and high dependency unit in a systematic manner. Organization provide care in intensive care ICU ICU അതുപോലെ തന്നെ ഹൈ ഡിപെൻഡൻസി യൂണിറ്റ് HDU അത് പഠിച്ചിട്ടുണ്ടോ? ഹൈ ഡിപെൻഡൻസി യൂണിറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. എന്താ ICUനും നമുക്ക് അതുപോലെ തന്നെ ജനറൽ വാർഡിനും ഇടയിലുള്ള ഒരു പ്രത്യേക പരിചരണം ആവശ്യമുള്ള പേഷ്യൻസ് അല്ലെ അവരുടെ ട്രീറ്റ് ചെയ്യുന്ന നോക്കുന്ന സ്ഥലമാണ് ഹൈ ഡിപെൻഡൻസി യൂണിറ്റ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ശ്രദ്ധ വേണ്ടി വരുന്ന പേഷ്യൻസ് ഇല്ലേ അത്. എന്നാൽ ICU താഴെ ICUനും ജനറൽ വാർഡിനും ഇടയിൽ അങ്ങനെ കുറച്ചും കൂടി കെയർ വേണ്ടി വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്നതാണ് ഹൈ ഡിപെൻഡൻസി അവർക്ക് വേണ്ടിയുള്ളതാണ് ഹൈ ഡിപെൻഡൻസി യൂണിറ്റ് എന്ന് പറയുന്നത്. ഹൈ ഡിപെൻഡൻസി യൂണിറ്റ് എങ്ങനെയായിരിക്കണം? ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. COP 9. So organization provides ICU and a high dependency unit HDU എന്നാണ് കേട്ടോ ഷോർട്ട് ചെയ്ത് പറയുന്നത്. ICUനും ഇന്റൻസീവ് കെയർ യൂണിറ്റിന് ICU എന്ന് പറയില്ലേ, അതുപോലെ ഹൈ ഡിപെൻഡൻസി യൂണിറ്റ് HDU in a systematic manner. ഇനി അടുത്ത 10ാമത്തെ നോക്കിയേ ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ് സേഫ് ഒബ്സ്ട്രിക്റ്റിക് കെയർ പ്രസവ ചികിത്സ സുരക്ഷിതമായിട്ടുള്ള പ്രസവ ചികിത്സ നടത്തുന്നത്. COP എന്ന് പറഞ്ഞാൽ എല്ലാം കെയർ ഓഫ് പേഷ്യന്റ് അല്ലേ, പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ അതുമായി ബന്ധപ്പെട്ടതാണ്. 10ാമത്തെ നോട്ട് ചെയ്ത് വെച്ചോ. ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ് സേഫ് ഒബ്സ്ട്രിക്റ്റിക് കെയർ. ഒബ്സ്ട്രിക്റ്റിക് എന്താ? പ്രസവ ചികിത്സ പ്രസവ പരിചരണം നൽകുന്നു, സേഫ് ആയിട്ടുള്ള പ്രസവ സംരക്ഷണം നൽകുന്നു. COP 10 ഒബ്സ്ട്രിക്റ്റിക് കെയർ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒബ്സ്ട്രിക്റ്റിക് കെയർ എന്ന് നോക്കിയാൽ മതി. പിന്നെ അടുത്തതാണ് COP 11 ആണ്. ഓർഗനൈസേഷൻ പ്രൊവൈഡ് സേഫ് പീഡിയാട്രിക് സർവീസ്. അതും പഠിക്കണം. 11 എഴുതിയിട്ട് എന്ത് വേണം? പീഡിയാട്രിക് സർവീസ്. ഓർഗനൈസേഷൻ സുരക്ഷിതമായിട്ടുള്ള ഒരു പീഡിയാട്രിക് സർവീസ് ഓർഗനൈസേഷൻ കൊടുക്കുന്നു. COP 11 കേട്ടോ. COP 20 നമുക്ക് പഠിക്കാണ്ട്. ഓക്കെ, 10ഉം 11ഉം നോട്ട് ചെയ്തു. അടുത്തത് നോക്കിയേ 13. Anesthesia service are provided in a consistent and safe manner. അറിയാലോ അനസ്തേഷ്യ സർവീസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം? സ്ഥിരമായിട്ടുള്ളതും സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ അനസ്തേഷ്യ സർവീസ് പ്രൊവൈഡ് ചെയ്യണം. അടുത്ത നോക്കിയേ COP 14. Surgical services are provided in a consistent and safe manner. 12 ആണ്. സോറി 12 ഉണ്ടല്ലേ. പെട്ടെന്ന് ഇങ്ങനെ ഒരു 12 പറഞ്ഞില്ല. പറയാം 12 പറഞ്ഞില്ല. ഞാൻ 11 കഴിഞ്ഞ് നേരെ 13ലേക്ക് പോയി. ഓക്കെ, സോറി കേട്ടോ. 12 നോക്കിയേ COP 12 എന്താ? പ്രൊസീജിയറൽ സെഡേഷൻ ഈസ് പ്രൊവൈഡഡ് കൺസിസ്റ്റന്റ്ലി ആൻഡ് സേഫ്ലി. ഈ നമുക്ക് സെഡേഷൻസ് ഒക്കെ നടപടിക്രമം സെഡേഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ടും സുരക്ഷിതമായിട്ടും നടത്തണം. പ്രൊസീജിയറൽ സെഡേഷൻ ഈസ് പ്രൊവൈഡഡ് കൺസിസ്റ്റന്റ്ലി ആൻഡ് സേഫ്ലി. സുരക്ഷിതമായിട്ടും സ്ഥിരമായിട്ടും നമ്മൾ തുടർച്ചയായ ഒരു സ്ഥിരമായ രീതിയിലും സുരക്ഷിതമായ രീതിയിലും സെഡേഷൻ പ്രൊസീജിയർ നടത്തണം. ഓക്കെ, ഇനി അടുത്തത് 13 അനസ്തേഷ്യ സർവീസ് അതുപോലെ തന്നെ ഒരു സ്ഥിരമായും സുരക്ഷിതമായ രീതിയിലും നടത്തണം. അടുത്തത് COP 14 ആണ്. സർജിക്കൽ സർവീസസ് ആർ പ്രൊവൈഡഡ് കൺസിസ്റ്റന്റ് ആൻഡ് സേഫ് മാനർ. അത് പഠിക്കണം കേട്ടോ. 14 സർജിക്കൽ സർവീസസ്. പിന്നെ 15 നോക്കിയേ ദ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം ഈസ് ക്യാരിഡ് ഔട്ട് സേഫ്ലി. ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം
ഓർഗൻസ് ഒക്കെ മാറ്റി വെക്കുന്നില്ലേ? അങ്ങനെയുള്ളതൊക്കെ എങ്ങനെയാ സുരക്ഷിതമായി നടത്തണം. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം ഈസ് ക്യാരിഡ് ഔട്ട് സേഫ്ലി. ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. 15. ഇനി ബാക്കിയൊന്നും പഠിക്കാം. ഇത്രയും പഠിച്ചാൽ 15 വരെ. The organ transplant program is carried out safely. അത് മൊത്തം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി ഇമ്പോർട്ടന്റ് ടിക്ക് ഇട്ടത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ഒന്നുകൂടെ നമ്പേഴ്സ് വായിക്കാം കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ 16. The organization identifies and manage patients who are at a higher risk of morbidity or mortality. The organization identify and manage തിരിച്ചറിയുന്നു, കൈകാര്യം ചെയ്യുന്നു പേഷ്യൻസിനെ. എങ്ങനെയുള്ളത്? who are at high risk of morbidity or mortality. mortality morbidity ഒക്കെ പഠിച്ചില്ലേ? mortality rate മരണനിരക്ക്, morbidity രോഗസാധ്യത. morbidity എന്ന് പറഞ്ഞാൽ രോഗസാധ്യത. അതിന്റെ രോഗസാധ്യതയുള്ളത്, mortality മരണനിരക്ക്, ഇങ്ങനെയൊക്കെ അതിലെ അങ്ങനെയുള്ള പേഷ്യൻസിനെ ഓർഗനൈസേഷൻ തിരിച്ചറിയുകയും അത് അവരെ മാനേജ് ചെയ്യുകയും ചെയ്യുന്നു. COP 17. Pain management for patients is done with a consistent manner. Pain management എങ്ങനെയാ? സ്ഥിരമായിട്ടുള്ളതും സേഫ് ആയിട്ടുള്ള രീതിയിലും സ്ഥിരമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ തന്നെ കൊടുക്കണം പേഷ്യൻസിന്. വേദനകൾ കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ അത് നമുക്ക് അവർക്ക് അധികം പെയിൻഫുൾ ആകാത്ത രീതിയിലുള്ള നല്ല രീതിയിൽ സ്ഥിരമായ രീതിയിൽ കൊടുക്കണം. COP 17. COP 18 ആണ്. Rehabilitation services are provided to the patient in a safe, collaborative and consistent manner. അടുത്തത് നമ്മൾ പറഞ്ഞത് COP 18 ആണ്. റീഹാബിലിറ്റേഷൻ സർവീസസ്. റീഹാബിലിറ്റേഷൻ സർവീസസ് എങ്ങനെ? സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ കൊളാബറേറ്റീവ് സഹകരണം, എല്ലാവരുമായിട്ടുള്ള ഒരു കോപ്പറേറ്റ് സഹകരണത്തോടു കൂടി ഒരു സ്ഥിരമായ രീതിയിൽ കൊടുക്കണം. റീഹാബിലിറ്റേഷൻ സർവീസ്, മെഡിക്കേഷൻ, ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ? അതെ, റീഹാബിലിറ്റേഷൻ സർവീസുകൾ provided in safe, collaborative and consistent manner. Then COP 19 okay. Nutritional therapy is provided to the patient, consistency and collaborativity. Nutritional therapy അവരുടെ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ന്യൂട്രീഷൻ തെറാപ്പി നമ്മൾ കൺസിസ്റ്റൻസി സ്ഥിരമായിട്ട് സഹകരണത്തോടും അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവിടെ കൊടുക്കണം, സഹകരിച്ചും. Then COP 20, end of life care is provided in a compassionate and considerate manner. ജീവിതത്തിന്റെ അവസാന നാളത്തെ ആ ഒരു പരിചരണം, എൻഡ് ഓഫ് ദ ലൈഫ് കെയർ അല്ലെ? വയസ്സായി ജീവിതത്തിന്റെ അവസാന നാളുകളില്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ എങ്ങനെയായിരിക്കണം? നല്ല കമ്പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അനുകമ്പയോടുകൂടി, compassionate and considerate manner. അവർക്ക് വേണ്ട പരിഗണനയോടുകൂടി, അവർക്ക് വേണ്ട പരിഗണന കൊടുത്ത് അവർക്ക് നല്ല അനുകമ്പയോടുകൂടി എൻഡ് ഓഫ് ലൈഫ് കെയർ പ്രൊവൈഡ് ചെയ്യണം. ഈ അവസാന നാളുകളിൽ ഇനി ബാക്കി അവർക്ക് എന്താ? ട്രീറ്റ്മെന്റിനേക്കാൾ കൂടുതൽ അവർക്ക് സന്തോഷവും അല്ലെ, അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ വേണ്ടത്? ആ രീതിയിൽ എൻഡ് ഓഫ് ലൈഫ് കെയർ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതില് നമുക്ക് പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. 3 നിങ്ങൾ ടിക്ക് ഇട്ടതൊന്നും ശരിയല്ലേ എന്ന് ചെക്ക് ചെയ്തു. 3, 5, 7, 10, 11, 14, 15 അത്രയും പഠിച്ചത്. 15, 14, 15. ഇപ്പൊ COP മൊത്തം എത്ര നമുക്ക് പഠിക്കണം? 20 ഉണ്ട് കേട്ടോ. ആ നമ്പറും കൂടി നിങ്ങളൊന്ന് നോക്കി വെച്ചു. ഓക്കെ, ഇവിടെ ഇട്ടുണ്ട് COPയുടെ വിസ്മയ. ഓക്കെ അല്ലേ? നോക്കി നിങ്ങള് 3, 5, 7, 3, 5, 7, 10, 11, 14, 15. 4 എത്രകളുണ്ട്? 4, 2, 6, 7. 7 പഠിച്ചാൽ അവിടെ 20 എണ്ണത്തില് 7 എണ്ണം 9 എണ്ണാണോ? 1, 2, 3, 4, 5, 6, 7 എണ്ണല്ലേ ഉള്ളൂ? 7 എണ്ണുള്ളല്ലോ. നമ്മൾ വായിക്കട്ടെ. നോക്കിയേ, 3, 5, 7, 10, 11, 14,
15 അത്രയും പഠിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. 7 എണ്ണാണ് പഠിക്കണ്ടേ. ഓക്കെ ആണോ എന്ന് നോക്കിയേ. 9 വേണ്ട, ഇത്രയും പഠിച്ചാൽ മതി. ഇത് ഫുള്ളും കൂടിയും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് എടുത്താണ് ഞാൻ പറഞ്ഞത്. അത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അത്രയും പഠിച്ചാൽ മതിയായിരുന്നു. 7 എണ്ണം പഠിച്ചാൽ മതി. അപ്പൊ അത് ഞാൻ ഷോർട്ട് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിക്ക് തന്നെ പഠിച്ചോളൂ കേട്ടോ. അത് ഫുള്ള് വേണ്ട. COP3 എഴുതിയിട്ട് ആംബുലൻസ് സർവീസ് എന്ന് പറഞ്ഞാൽ മതി, പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുമ്പോ നമ്മുടെ മനസ്സിൽ തറവാവണം. COP3 ആംബുലൻസ് സർവീസ് വെറുതെ കിട്ടുന്ന മാർക്കാണ് കേട്ടോ. വേറെ വലിയ റിസ്ക് ഒന്നുമില്ല. നമുക്ക് ഓപ്ഷൻസ് അവിടെ തന്നെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ആംബുലൻസ് സർവീസ്. അല്ലെങ്കിൽ ആ സംഭവം തന്നെ തന്നിട്ട് COP എത്രാമത്തെയാന്ന് ചോദിക്കാം. COP3 5 കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ, പിന്നെ 7 ക്ലിനിക്കൽ പ്രൊസീജിയറിന്റെ കാര്യമാണ്, 10 ഒബ്സ്റ്ററ്റിക് കെയർ പ്രസവ ചികിത്സാ കാര്യങ്ങളാണ്, 11 പീഡിയാട്രിക് സർവീസ് ആണ്, 14 സർജിക്കൽ സർവീസ്, 15 ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം. സിമ്പിൾ അല്ല അങ്ങനെ പഠിക്കുമ്പോ അല്ലെ? അങ്ങനെ ഷോർട്ട് ചെയ്ത് എഴുതി വെച്ചിട്ട് പഠിക്കുമ്പോ എളുപ്പമല്ലേ? അപ്പൊ ഇന്ന് എടുക്കുന്ന എത്രയാണോ എടുക്കുന്നേ അത്രയും ഇന്ന് തന്നെ അങ്ങ് പഠിച്ചു വെച്ചേരെ. അപ്പൊ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇനി അടുത്തത് മൂന്നാമത്തെയാണ് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, MOM. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ അത് നമുക്ക് 11 എണ്ണമാണ് കേട്ടോ പഠിക്കാനുള്ളത്. 11 എണ്ണം ഉണ്ട്. നമ്മൾ അതിനകത്ത് എഴുതിയേക്കുന്ന ആ ലിസ്റ്റിൽ 13 ഉണ്ട്, പക്ഷെ 11 എണ്ണം നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, MOM. Okay. Summary of standard. MOM 1 ആണ്. Pharmacy services and the usage of medication is done safely. അപ്പൊ നമുക്ക് അത്ര എഴുതിയാൽ മതി. ഫാർമസി സർവീസ് അതിന്റെ ഉപയോഗം എങ്ങനെ, മെഡിക്കേഷൻസിന്റെ ഉപയോഗം, മരുന്നുകളുടെ ഉപയോഗം ഒക്കെ എങ്ങനെ വേണം, സുരക്ഷിതമായ രീതിയിൽ നടത്തണം. നമുക്ക് ഫാർമസി സർവീസ് പഠിക്കുമ്പോൾ അറിയാലോ എങ്ങനെ വേണം ഫാർമസി സർവീസ്, എങ്ങനെ വേണം, സേഫ്ലി സുരക്ഷിതമായ രീതിയിൽ നൽകണം. MOM 1 ടിക്കറ്റ്. സുരക്ഷിതമായ രീതിയിൽ ഫാർമസി സർവീസ് പഠിച്ചാൽ നമ്മൾ MOM 1 ഫാർമസി സർവീസിന്റെ കാര്യം പറയണേ. അതെങ്ങനെയായിരിക്കണം? ഫാർമസി സർവീസും മെഡിക്കേഷൻസിന്റെ ഉപയോഗവും ഒക്കെ സുരക്ഷിതമായ രീതിയിൽ നടത്തണം. MOM 2 നോക്കിയേ. The organization develop, updates and implement a hospital formulary. ഈ ഹോസ്പിറ്റൽ എന്താ പറയാ, ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിനെ ഡെവലപ്പ് ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുക, അത് നവീകരിക്കുകയും പുതുക്കുകയും ചെയ്യണം. ആൻഡ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കാം. ഹോസ്പിറ്റൽ ഫോർമുലറി. എന്താ? ഡ്രഗ്സ് ഇല്ലാത്ത പഠിച്ചില്ലേ? ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ദാറ്റ് റിലേറ്റഡ് ടു ഇൻഫർമേഷൻ ദാറ്റ് യൂസേജ് ആൻഡ് അപ്രൂവൽ. ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ആണ്, മരുന്നുകളുടെ ആ ലിസ്റ്റ് ആണ് ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറയുന്നത്. നമ്മൾ ഫാർമസിയിലല്ലേ പഠിച്ചത്? ഫോർമുലറി പഠിച്ചത്? അതന്നെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ മരുന്നുകള്, സംഭവങ്ങള് ഇങ്ങനെയാണ്, അത് കറക്റ്റ് ആയിട്ട് അത് അപ് ടു ഡേറ്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. നവീകരിക്കുക, അപ്ഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നവീകരിക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക. ഇനി അടുത്ത് നോക്കിയ മൂന്നാമത്തെ, മെഡിക്കേഷൻ ആർ സ്റ്റോർഡ് അപ്രോപ്രിയറ്റ്ലി ആൻഡ് ആർ അവൈലബിൾ വെയർ റിക്വയർഡ്. മെഡിക്കേഷൻസ് എങ്ങനെയാണ് അനുയോജ്യമായിട്ട് സ്റ്റോർ ചെയ്യണം. അത് നമ്മൾ പഠിച്ചില്ലേ? മരുന്നുകളുടെ കാര്യങ്ങളൊക്കെ, കോൾഡ് സ്റ്റോറേജ്, ഡ്രഗ്സ്, അങ്ങനെയൊക്കെ ഒരു ബോക്സ് നിങ്ങൾ 4 ഇതാക്കിയിട്ട് തിരിച്ചില്ലേ ഫാർമസി തന്നെ? അതൊക്കെ ഓരോന്നും ഇപ്പൊ നമ്മൾ കോൾഡ് സ്റ്റോറേജ് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. ഓരോ മെഡിക്കേഷൻസും അതനുസരിച്ച് തന്നെ സ്റ്റോർ ചെയ്യണം. ആൻഡ് ആർ അവൈലബിൾ വെയർ റിക്വയർഡ്. എവിടെയാണ് ആവശ്യമുള്ളത് അവിടെ അത് ലഭ്യമാക്കുകയും ചെയ്യണം. MOM 4 ആണ്. മെഡിക്കേഷൻസ് ആർ പ്രിസ്ക്രൈബ് സേഫ്ലി ആൻഡ് റാഷണലി. ഈ മെഡിക്കേഷൻസ് എങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യണം? സുരക്ഷിതമായിട്ടും യുക്തിപൂർവമായിട്ടും. റാഷണലി. Medication are prescribed safely and rationally. MOM 4 ആണ്. അത് ടിക്കറ്റ് കേട്ടോ.
6 പഠിച്ചാൽ മതി. 4 പഠിക്കണം. ഇനി 5 നോക്കിയേ. Medication orders are written in a uniform manner. Medication order എങ്ങനെ എഴുതണം? യൂണിഫോം മാനർ, ഒരു ഏകീകൃതമായിട്ടുള്ള രീതിയിൽ മെഡിക്കേഷൻ ഓർഡറുകൾ എഴുതണം. Medication orders are written in a uniform manner. In a uniform manner. Medications orders are written in a uniform manner. അപ്പൊ അവിടെ മെഡിക്കേഷൻ ഓർഡേഴ്സ് കൊടുത്താൽ മതി. നമുക്കറിയാലോ, written in a uniform manner. Move 5 കേട്ടോ. ഇനി അടുത്ത 6 നോക്കിയേ. മെഡിക്കേഷൻ ആർ ഡിസ്പെൻസ്ഡ് ഇൻ എ സേഫ് മാനർ. ഇനി അത് എങ്ങനെ വിതരണം ചെയ്യണം? ഡിസ്പെൻസ് ചെയ്യണം. എങ്ങനെ വിതരണം ചെയ്യുന്ന? സുരക്ഷിതമായ രീതിയിൽ. മെഡിക്കേഷൻസ് ആർ ഡിസ്പെൻസ്ഡ് ഇൻ എ സേഫ് മാനർ. സുരക്ഷിതമായ രീതിയിൽ മരുന്നുകൾ വിതരണം ചെയ്യണം. മോം 7 നോക്കിയേ. സേഫ് ഡിസ്പെൻസിങ്. ഓക്കെ, വെരി ഗുഡ്. Then ഏഴാമത്തെ എന്താ? മെഡിക്കേഷൻസ് ആർ അഡ്മിനിസ്ട്രേറ്റഡ് സേഫ്ലി. മെഡിക്കേഷൻസ് സുരക്ഷിതമായി നൽകപ്പെടണം. അഡ്മിനിസ്ട്രേറ്റഡ് സേഫ്ലി. 5ാമത്തെയും 6ാമത്തെയും ടിക്ക് കിട്ടും കേട്ടോ. 1, 4, 5, 6. ഇനി നോക്കി. ഓക്കെ, ലാസ്റ്റ് ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങൾ ടിക്കറ്റ് ആണെന്ന് ശരിയാണോ എല്ലാം കൂടി വലിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ടിക്കറ്റ് ആയിരുന്നത് കേട്ടോ. മോം 8 നോക്കി. പേഷ്യൻസ് ആർ മോണിറ്റേർഡ് ആഫ്റ്റർ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. അതായത് മെഡിക്കേഷൻസ് നൽകിയ ശേഷം, മരുന്നുകൾ നൽകിയ ശേഷം പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുന്നു. മരുന്നുകൾ നൽകിയ ശേഷം പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുന്നു. പേഷ്യൻസ് ആർ മോണിറ്റേർഡ് ആഫ്റ്റർ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. ഇനി അടുത്തതാണ് നാർക്കോട്ടിക് ഡ്രഗ്സ്. 9ാമത്തെ കേട്ടോ. നിങ്ങളത് 8ാമത്തെ ഒന്ന് ടിക്ക് ഇത് വെച്ചോ കേട്ടോ. 8ാമത്തെ ടിക്ക് ചെയ്ത്. ഇനി ബാക്കിയുള്ള പഠിക്കണ്ട. 8ാമത്തെ ടിക്ക് ചെയ്തു. ഇനി നോക്കി. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് psychotropic substance, chemotherapeutic agents and radioactive agents are used safely. Narcotic drugs അതും നമ്മൾ പഠിച്ചല്ലേ. നാർക്കോട്ടിക് ഡ്രഗ്സ്, സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മള് എന്താ പറയാ, ഹാർട്ടിന്റെയൊക്കെ ഹാർട്ട് വാൽവ് ഒക്കെ റീപ്ലേസ് ചെയ്യുമ്പോഴും നമുക്ക്, പിന്നെ അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യും, ടീത്ത് ഒക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യൂലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതിനകത്ത് ഉപയോഗിക്കുന്നതാണ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ സോറി അതല്ല കേട്ടോ. സൈക്കോട്രോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ എന്താ പറയാ, നമുക്ക് ഇത്തിരി മെന്റലി അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നാർക്കോട്ടിക് ഡ്രഗ്സ് മരുന്നുകളും സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകളും, പിന്നെ അതുപോലെ കീമോതെറാപ്യൂട്ടിക് ഏജൻസ്, കീമോതെറാപ്പി അതൊക്കെ ചെയ്യുന്നില്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇതും, പിന്നെ റേഡിയോ ആക്റ്റീവ് ഏജൻസും, ഇതൊക്കെ എങ്ങനെയാണ് ഈ ക്യാൻസറിലേക്ക് അല്ലെ, അതൊക്കെ സേഫ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, ഈ നമ്മുടെ ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെന്റൽ ഡിസോർഡർ ഒക്കെ ഇല്ലേ, അങ്ങനെ വേണ്ടി പറയും. നമ്മുടെ ബ്രെയിനെ അതുപോലെ തന്നെ നമ്മുടെ ഈ മെന്റൽ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട്, അങ്ങനെ മെന്റൽ ഡിസോർഡേഴ്സ് അങ്ങനെയുള്ള അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട്. മാനസികമായിട്ടുള്ള ശരി, അത് ഞാൻ പറഞ്ഞത് മാറിപ്പോയി. പ്രോസ്തെറ്റിക് എന്നുള്ള അത് അടുത്തേക്കാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന്. നാർക്കോട്ടിക് ഡ്രഗ്സുകള്, പിന്നെ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, അതായത് ബ്രെയിനൊക്കെ നമ്മള് ബ്രെയിനെയും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെന്റൽ ഡിസോർഡേഴ്സ് അങ്ങനെയുള്ളതിനൊക്കെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത്. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, കീമോതെറാപ്യൂട്ടിക് ഏജൻസ്, റേഡിയോ ആക്റ്റീവ് ഏജൻസ്, ഇതെല്ലാം വളരെ സുരക്ഷിതമായ രീതിയിൽ ഉപയോഗിക്കണം.
ഇനി അടുത്തത് മോം 10 പറയുന്നത് ഇംപ്ലാന്റബിൾ prosthetics and medical devices are used in accordance with the laid down criteria. നമുക്ക് ആ സ്ഥാപിതമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇംപ്ലാന്റബിൾ എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മള് ഇതൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്, ഹാർട്ടിന്റെ വാൽവ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്, കൃത്രിമ അവയവങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതില്ലേ. അപ്പൊ അതൊക്കെ നമ്മള് ഇപ്പൊ ഈ ടീത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ ഓൾറെഡി ഉള്ള ടീത്ത് മാറ്റിയിട്ട് ഡെന്റൽ ഇംപ്ലിമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അങ്ങനെയുള്ളതൊക്കെ കേട്ടോ, കൃത്രിമമായിട്ടുള്ള അതൊക്കെ എങ്ങനെ വേണം? ഒരു അംഗീകൃത ആർട്ടിഫിഷ്യൽ ഡിവൈസ്. അപ്പൊ അത് ഒരു എങ്ങനെ വേണം? ആ ഒരു ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. Implantable prosthetics and medical devices are used accordance with the laid down criteria. ഈ ഹാർട്ടിന്റെ വാൽവ് ഒക്കെ റീപ്ലേസ് ചെയ്യൂലേ, പകരം നമ്മുടെ നോർമൽ വാൽവിന് എന്തെങ്കിലും പറ്റുമ്പോൾ അതിന് കൃത്രിമ വാൽവുകൾ, അതല്ലേ സംഭവം. ഓക്കെ, പെട്ടെന്ന് എനിക്ക് പറയാനില്ല, കൃത്രിമ വാൽവുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മെഡിക്കൽ ഡിവൈസുകൾ, ഇതൊക്കെ ഇതിന് ആ ഒരു നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്ക് അതിന് അനുസൃതമായിട്ട് തന്നെ ചെയ്യണം. കൃത്രിമ അവയവങ്ങള് അങ്ങനെയുള്ളതൊക്കെ ഇല്ലേ, അതൊക്കെ ആ രീതിയിൽ ചെയ്യണം. വളരെ സേഫ് ആയിട്ട് തന്നെ ഉപയോഗിക്കണം. മോം 10 ആണ് നമ്മൾ പറഞ്ഞത്. മോം 11 medical supplies and consumables are stored appropriately and are available where required. Medical substances and consumables, മാസ്കുകള്, പിന്നെ സർജിക്കൽ സപ്ലൈസ്, ഇങ്ങനെയുള്ള വസ്തുക്കള് അത് അനുയോജ്യമായിട്ട് അതുപോലെ തന്നെ ആവശ്യമുള്ളിടത്ത് അവൈലബിൾ ആകുന്ന രീതിയിൽ വേണം ഉപയോഗിക്കാനായിട്ട്. മെഡിക്കൽ സപ്ലൈകളും കൺസ്യൂമബിൾസ് ആർ സ്റ്റോർഡ് അപ്രോപ്രിയേറ്റ്ലി, അനുയോജ്യമായിട്ട് സ്റ്റോർ ചെയ്യണം. ആൻഡ് ആർ അവൈലബിൾ വെയർ റിക്വയർഡ്, എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ അത് അവൈലബിളാക്കുകയും ചെയ്യണം. അതാണ് മോം 11. ഇതിനകത്ത് MOM അതിന് നമുക്ക് 11 നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. 11 അതില് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചത്. ഒന്നാമത്തത്, 4-മത്തെ, 5, 6, 8. 8 ആകെ അതിനകത്തുനിന്ന് എത്രണ്ണം? 5 പഠിച്ചാൽ മതി. ഓക്കെ. മോം 1 ഫാർമസി സർവീസുകൾ കേട്ടോ, സുരക്ഷിതമായ രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ മെഡിക്കേഷൻസ് സേഫ് ആയിട്ട് തന്നെ ചെയ്യാം, മരുന്നുകൾ, കാര്യങ്ങള്, അതുപോലെ തന്നെ ഇതൊക്കെ ഫാർമസി സേവനങ്ങളൊക്കെ സുരക്ഷിതമായി നൽകണം. മോം 4 മെഡിക്കേഷൻസ് എങ്ങനെ സുരക്ഷിതമായിട്ടും യുക്തിപൂർവവും പ്രിസ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തത് 5 പറഞ്ഞത് യൂണിഫോം മാനർ, ഏകീകൃതമായ രീതിയിൽ മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യണം. അത് 4-മത്തെ അല്ലെ. 4-മത്തെ നമ്മൾ പറഞ്ഞു. 5-മത്തെ ഓക്കെ, മെഡിക്കേഷൻ. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇത് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചിലപ്പോ 4 എന്നുള്ളത് 5-ലേക്ക് ആവും. നേരെ ഇങ്ങനെ നോക്കിയിരിക്കല്ലേ, അതുകൊണ്ട് എനിക്ക് 5-മത്തെ മെഡിക്കേഷൻ ഓർഡർ ആ റിട്ടേൺ ഇൻ യൂണിഫോം മാനർ. മെഡിക്കേഷൻ ഓർഡർ എങ്ങനെയായിരിക്കും? ഒരു യൂണിഫോം മാനറിൽ തന്നെ വിതരണം ചെയ്യണം. ഓർഡർ റിട്ടേൺ എഴുതണം. പിന്നെ അടുത്തത് 6-മത്തത് മെഡിക്കേഷൻ ആർ ഡിസ്പെൻസ്ഡ് ഇൻ എ സേഫ് മാനർ. മെഡിക്കേഷൻസ് സുരക്ഷിതമായ രീതിയിൽ വിതരണം ചെയ്യണം. 5, 6, 4, 5, 6 അടുപ്പിച്ച 3 കേട്ടോ. ഓക്കെ. 4-മത്തെ മെഡിക്കേഷൻസ് ആർ പ്രിസ്ക്രൈബ്ഡ് സേഫ്ലി ആൻഡ് റാഷണലി. 5-മത്തെ മെഡിക്കേഷൻ ഓർഡർ റിട്ടേൺ ഇൻ യൂണിഫോം മാനർ. 6-മത്തെ മെഡിക്കേഷൻസ് ആർ ഡിസ്പെൻസ്ഡ് ഇൻ എ സേഫ് മാനർ. സുരക്ഷിതമായ രീതിയിൽ വിതരണം ചെയ്യണം. ഇനി അടുത്തത് 8-മത്തെയാണ് പറഞ്ഞത്. പേഷ്യൻസ് ആർ മോണിറ്റർഡ് ആഫ്റ്റർ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. മെഡിക്കേഷൻസ്, മരുന്നുകൾ നൽകിയതിനു ശേഷം പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യണം. അങ്ങനെ അതിൽ നിന്ന് നിങ്ങൾ 5 പഠിച്ചാൽ മതി. ഓക്കെ. 3, 2, 5. 1, 4, 5, 6, 8. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തതാണ് 4-മത്തെ
പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, PRE ആണ്. ആദ്യം നമ്മൾ നോക്കുക പേഷ്യൻസ് റൈറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. അതിന്റെ എക്സ്പാൻഡഡ് ഫോം 8 എണ്ണമാണ് നമുക്ക് PRE 8 എണ്ണം വരെ പഠിക്കാനുണ്ട് കേട്ടോ. PRE 8 ആണ് 8 എണ്ണം പഠിക്കാനുള്ളത്. ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നതിനൊക്കെ 1-2 എണ്ണം നോക്കാം കേട്ടോ. അത് എഴുതി വെക്കാം. The organization protects and promotes patients and family rights and inform them about their responsibilities during care. ഒന്നാമത്തെ PRE 1 പേഷ്യൻസിന്റെ അവകാശങ്ങള്, patient rights and education. അവർക്ക് ഹോസ്പിറ്റലിൽ നിന്നും കാര്യങ്ങൾ അറിയാനും ചോദിക്കാനും അല്ലെ അത് ഹോസ്പിറ്റലിൽ പറഞ്ഞു കൊടുക്കാനുള്ള അവകാശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നോക്കിയേ, ഈ ഓർഗനൈസേഷൻ ഈ ഹോസ്പിറ്റലിനെ സംരക്ഷിക്കണം, പ്രൊട്ടക്ട് ആൻഡ് പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്, പേഷ്യൻസിന്റെ അവരുടെ ഫാമിലിയുടെ അവകാശങ്ങള് അതിനെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം. ആൻഡ് ഇൻഫോം, എന്ത് ചെയ്യണം, അവരെ ഇൻഫോം ചെയ്യണം, അവരെ അറിയിക്കണം. Then about their responsibilities during care, അവരുടെ രോഗി പരിചരണത്തിന് അവരുടെ എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, അവരെ അറിയിക്കുകയും വേണം. പരിചരണ സമയത്ത് അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അവരെ അറിയിക്കുകയും വേണം. The organization protects and promotes patient and family rights. Inform them. പേഷ്യൻസിന്റെ ഫാമിലിയുടെ അവകാശങ്ങൾ അതേ സംരക്ഷിക്കുകയും പ്രൊമോട്ട് ചെയ്യുക, അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം ഓർഗനൈസേഷൻ. പിന്നെ ആൻഡ് ഇൻഫോം ദം അബൌട്ട് ദർ റെസ്പോൺസിബിലിറ്റി ഡ്യൂറിങ് കെയർ, ആ രോഗി പരിചരണം സമയത്ത് അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അവരെ അറിയിക്കണം, ഇൻഫോം ചെയ്യണം. PRE 2 PRE 1 പഠിക്കണം കേട്ടോ. ഒന്നാമത്തെ പഠിക്കണം, അതിന് 3 എണ്ണം പഠിച്ചറിയാം. ഒന്നാമത്തെ പഠിക്കാം. രണ്ടാമത്തെ നോക്കിയേ, പേഷ്യൻസ് ആൻഡ് ഫാമിലി റൈറ്റ്സ് സപ്പോർട്ട് ഇൻഡിവിജ്വൽ ബിലീഫ് വാല്യൂസ് ആൻഡ് ഇൻവോൾവ് ദ പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. എന്ത് ചെയ്യണം, പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് സപ്പോർട്ട് ഇൻഡിവിജ്വൽ ബിലീഫ്. ബിലീഫ് എന്ന് വെച്ചാൽ വിശ്വാസങ്ങൾ, പേഷ്യൻസിന്റെയും ഫാമിലിയുടെയും ഒക്കെ അവകാശങ്ങൾ, അവരുടെ വ്യക്തിഗത വിശ്വാസങ്ങളെയും അവരുടെ മൂല്യങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം. ആൻഡ് ഇൻവോൾവ് ദ പേഷ്യന്റ് ആൻഡ് ഫാമിലി, പേഷ്യൻസിനെയും ഫാമിലിയെയും എന്തിരിക്കണം, ഉൾപ്പെടുത്തണം ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, ഡിസിഷൻ എടുക്കുന്ന പ്രോസസ്സ്. അല്ലാതെ ഡോക്ടർ പറയുന്നത് മാത്രം നമ്മൾ ഇല്ല, നമുക്കാണ് അവിടെ ഡിസിഷൻ എടുക്കേണ്ടത്. ഡോക്ടർ നമ്മളോട് സജസ്റ്റ് ചെയ്യും അല്ലെ ഇന്ന ഇതെന്ന് പറയുന്നത്, അപ്പൊ നമുക്കത് ഡിസിഷൻ എടുക്കാം. അതായത് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കണം. ഒരു സർജറി ഡോക്ടർ നിർബന്ധിച്ച് ചെയ്യാനല്ലോ, നമ്മളോട് പറയും അല്ലെ, നമ്മളോട് പറഞ്ഞ് നമ്മളത് ഓക്കെ, നമ്മളത് കൺസെന്റ് ലെറ്റർ സമ്മതപത്രം അവിടെ സൈൻ ചെയ്ത് കൊടുത്താലാണ് ഡോക്ടർ അത് ചെയ്യുള്ളൂ. നമ്മളോട് ഇൻഫോം ചെയ്യും. അപ്പൊ അവർ ആ ഡിസ്കഷനിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തണം. ഇന്ന പ്രശ്നമാണ്, അപ്പൊ നമുക്ക് ഉടനെ തന്നെ സർജറി ചെയ്യണം, അത് വെച്ചോണ്ടിരുന്ന അപകടമാകും, അപ്പൊ നമുക്ക് അങ്ങനെ അത് ചെയ്യാം എന്നുള്ളത് എന്ത് ചെയ്യണം, അത് തന്നെ എല്ലാ എന്താ പറയാ എല്ലാ കാര്യങ്ങളും എന്താ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ അവരെയും കൂടി പേഷ്യൻസിനെയും ഫാമിലിനെയും കൂടി ഉൾപ്പെടുത്തണം. അത് പേഷ്യൻസിന്റെയും ഫാമിലിയുടെയും പൂർണ്ണമായ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമാണ് ഡോക്ടർ അത് കണ്ടിന്യൂ ചെയ്യുള്ളൂ അല്ലെ. ഒരു സർജറി ആയിക്കോട്ടെ, നമ്മൾ സമ്മതപത്രം അവരെ കൊണ്ട് പേഷ്യന്റിനെ കൊണ്ട് സൈൻ ചെയ്യിക്കും, ചിലപ്പോ അവരുടെ റിലേറ്റീവ്സിനെ അല്ലെ അവരെ കൊണ്ട് സൈൻ ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ആ പ്രൊസീജിയറിലേക്ക് പോകുള്ളൂ. ക്ലിയർ ആയോ? അപ്പൊ അതിനകത്ത് PRE 1 പഠിക്കുന്നുണ്ട്, ടിക്കറ്റ് വെക്കും. പിന്നെ ഒരെണ്ണം കൂടി പറയാം, നമുക്ക് എന്നിട്ട് നിർത്താം. ഇത് വേറെ ബോറടിക്കേണ്ട പിള്ളേരെ നിങ്ങക്ക് ഈ 2 എണ്ണം നോക്കിയാൽ മതി. നിങ്ങൾക്ക് അറിയാലോ, ഡയറക്റ്റ് ഇങ്ങനെ വെറുതെ എസ്സേ പോലെ ഇങ്ങനെ ഓരോ നമ്പറുകളും അതിന്റെ എന്താന്ന് മാത്രം പഠിച്ചാൽ ഒരുപാട് ഡീറ്റെയിൽ ഒന്നും നോക്കണ്ട. അതാണ് എളുപ്പത്തിലാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് നമ്മളത് ഒന്ന് ഷോർട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും പഠിക്കാൻ. 3 നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ.
പിന്നെ PRE ഒരെണ്ണേ പഠിച്ചുള്ളൂ. അത് പിന്നെ നമുക്ക് ഒന്നാമത്തെ നിങ്ങൾ ടിക്ക് ഇട്ടാൽ മതി. മാനേജ്മെന്റ് ഓഫ് മെഡിറ്റേഷൻ നമ്മൾ പറഞ്ഞു, കെയർ ഓഫ് പേഷ്യന്റ് പറഞ്ഞു, പിന്നെ അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി കെയർ. അങ്ങനെ 3 എണ്ണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഷോർട്ട് ചെയ്ത് ഒന്ന് എഴുതി വെച്ചോ. അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ആ ഒന്നാമത്തെ AACയിൽ ഇപ്പൊ നമ്മൾ ടിക്ക് ഇട്ടതെന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കാം കേട്ടോ. ഇതിങ്ങനെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത് ആ ഷോർട്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ കിട്ടും. 1-2 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ഇതാവുമ്പോ നമ്മുടെ മനസ്സിൽ ഓൾറെഡി അത് വരും. 3 മാർക്ക് എങ്ങനെയായാലും നമുക്ക് ഒന്നില്ലെങ്കിൽ 2 എന്തായാലും ചോദിക്കാറുണ്ട് ഇതിൽ നിന്ന്. നമുക്ക് ഇത്രയും ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് ഇതിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത്രയും ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ, ഇപ്പൊ ആദ്യത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാലൻസ് നോക്കാം. താങ്ക് യു.